ഹലോ ഹലോ. നിങ്ങളെവിടെ? എവിടെ എത്തിയതാ? ഞാൻ അവിടെ പുറത്തിറങ്ങിയിരുന്നല്ലോ. ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ? എന്നാൽ അവിടെ നിൽക്കുക, ഞാൻ അതുവരെ. അങ്ങോട്ട് വരുവാ? ഓക്കെ. അസ്സലാമലൈക്കും. ഇവിടെ ഇങ്ങനെ തന്നെയാ ചൂട്? ഇവിടെ നല്ല ചൂടുണ്ട്. ഇപ്പോഴാണ് ഈ കാലാവസ്ഥ പ്രത്യേകിച്ച് ചൂട് കൂടുതലും. നിങ്ങളെ ഡ്യൂട്ടി കഴിഞ്ഞതാ? കടന്നുറങ്ങുന്ന ടൈമാടാ. ബുദ്ധിമുട്ടായാ വന്നത്? യാത്രക്ക് എങ്ങനെ ഉണ്ട്? അല്ല, 4 മണിക്കൂർ എടുത്തിട്ട്. കട എവിടെയാ നമ്മുടെ? ഇവിടുത്തെ പണിയും കാര്യങ്ങളിലെങ്ങനെ? കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പറ്റുന്നില്ല, ഉഷാറാണ്. നിങ്ങളെ ഡ്യൂട്ടി എപ്പാ? നമ്മളെ ഡ്യൂട്ടി ഷിഫ്റ്റാടാ. ആ, അതാണ് ഒന്നാമത്. ഷിഫ്റ്റ് ഡ്യൂട്ടി ആയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഭയങ്കര ചടപ്പാണ്. നമ്മൾ ഈ ഉറങ്ങുന്ന ടൈമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാനൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. ഈ ബിൽഡിംഗ് അല്ലേ? അതിന് എല്ലാരും ഉറങ്ങുന്ന സമയത്തില്ലേ? പോണോ? മാനേജർ ഉണ്ടാവും അവിടെ. മൂപ്പര് കണ്ടോളൂ. ഞാൻ പോയി കിടക്കട്ടെ, ടൈം ആയിക്കണേ. ഇപ്പൊ എത്തിക്കുള്ളൂ. നിങ്ങളെ പേര് ഷിയാസ് അല്ലേ? മലയാളി പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാള് വരുന്നുണ്ട്. എന്റെ പാടൊക്കെ പിന്നെ യാത്രയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എങ്ങനെ വന്നു എയർപോർട്ടിൽ നിന്ന്? ഇത് ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ആരാ കൂട്ടാ വന്നേ? ഞാൻ പറഞ്ഞിരുന്നു ഡ്യൂട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞാല് അവിടെ നിന്ന് കേറിയാ നല്ലത്. ഇവിടെ ഒരാള് ഷോർട്ടാണ്. ദുബായിലേക്ക് ഒന്ന് പോകണം. അവിടെ കാണാമെന്ന് വിചാരിച്ചു. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാമല്ലോ. ഇവിടെ നിൽക്കണ്ടല്ലോ. ഇപ്പൊ അതിന്റെ ഇടയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ പോകാനൊക്കെ പറ്റും. പറഞ്ഞാൽ ആള് ഷോർട്ട് ഉണ്ട്. തിരക്കുള്ള പീഡിയ ആയതുകൊണ്ട് നമുക്ക് അറിയാലോ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് കൂടി അത് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പറയണതാണ്. അല്ലാതെ ഇത് വന്നുകൊണ്ട് നമുക്ക് അറിയാം യാത്രയും കാര്യങ്ങളും ബുദ്ധിമുട്ടും. പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ എല്ലാവരും ഒരു ആഗ്രഹമാണ്. പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ ആളെന്ന് പറഞ്ഞേ. എന്റെ പേര് ഷിയാസ്. എവിടെ? നാട്ടിലോട്ടെ? നാട്ടിലിറങ്ങാവും. ഞാൻ നീ കഴിച്ചിക്കാം. കൂടെ ചോറുണ്ടോ ഒരാൾക്ക്? ചോറുണ്ടാവൂല. സാധനത്തിനുണ്ടാവും. ചിക്കൻ സാധനം അത്ര ഇരുന്ന് കഴിച്ചു. ഡെലിവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയി
പറഞ്ഞിരുന്നു ഇവിടെ കുറച്ച് മുന്നേ വന്നപ്പോ പറഞ്ഞിരുന്നു ഒരാള് കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഞാന് കുറച്ച് ക്ലീനിങ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ ആ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, ഞാൻ പാട്ട് ശരി. നമുക്ക് നല്ല കട കുട്ടി കൊണ്ട് നല്ല പോയാലോ? ആയിക്കോട്ടെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അജ് പെട്ടെന്ന് കേറി വന്ന സമയത്ത് ഇവിടെ എന്റെ കൂടെ ഒന്നിച്ച് പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. മജീദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ഒരുപാട് കാലം ഒരുമിച്ച് പണിയെടുത്തതാ. എന്താ പറയാ, അവന്റെ സ്വന്തം സഹോദരനെ പോലെ ആയിരുന്നു. മാസ്കിന്റെ വിഷയം ആ മാസ്ക് ഞാൻ എന്താ പറയാ, ഇവിടെ കൊറേ കാലായിട്ട് മാസ്ക് എല്ലാരും ഇട്ടുമൂന്ന് നടക്കുന്നത് അല്ലല്ല, നിർബന്ധം തന്നെയാണ്. പക്ഷെ രാത്രി ഇപ്പൊ ഇനിയിപ്പോ ആരും വരാനൊന്നും ഇല്ലല്ലോ, കാരണം ഞാൻ തൽക്കാലം ഒഴിവാക്കിയത്. 5-8 കൊല്ലമുള്ള ഞങ്ങള് തമ്മിലുള്ള അടുപ്പാണ് ഞാനും മജിനും തമ്മില്. അത്രക്ക് ഭയങ്കര സ്നേഹമായിരുന്നു മജിക്ക്. എന്നോടാണെന്നുണ്ടെങ്കിലും എനിക്ക് അവനോടാണെന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ള സ്നേഹമായിരുന്നു. പക്ഷെ മജി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു സൗഹൃദമായിരുന്നു ഞങ്ങളുടെ തമ്മിൽ. ആള് ഇവിടെ ഉണ്ടോ മജി? എന്താ പറയാ, ഞാൻ മജിനെ പറ്റി പറയാനുണ്ടെങ്കിൽ സത്യം പറഞ്ഞ സങ്കടം വരും. കാരണം മജി ഞാനും തമ്മിൽ ഇങ്ങനത്തെ ഒരു സ്നേഹമായിരുന്നല്ലോ. പെട്ടെന്ന് നാട്ടിലേക്കൊന്ന് പോയത് മജി ലീവിന് പറഞ്ഞിട്ട്. പിന്നെന്തോ ആക്സിഡന്റ് ആയിന്ന അങ്ങനെ എന്തൊക്കെയാ കേൾക്കും. പിന്നെ അതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കേട്ട വാർത്ത കഴിഞ്ഞാൽ അതുപോലെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എനിക്ക് സഹിക്കില്ല. കാരണം അത്രയും നല്ല സ്നേഹത്തിനും ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ ഞാൻ. എന്തായാലും ഒക്കെ പടച്ചോൻ്റെ ഒരു വിധിയാണ്, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം നമ്മളും കുറേ പ്രായമായില്ല. ഓരോ പ്രായം കഴിയുമ്പോൾ ഓരോ മനുഷ്യന്മാരിങ്ങനെ മരിക്കും. അതൊക്കെ പടച്ചോൻ്റെ ഓരോ നേർച്ചകളാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വേണ്ടിയില്ല. എന്തായാലും ഇപ്പോൾ മജി പോയി. ഇൻഷാ അല്ലാഹ് മജിനെ പോലെ തന്നെ അന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മജി തിരിച്ചു വന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും വേണ്ടിയില്ല. എന്റെ പേരെന്താണോ പറഞ്ഞത്? ഷിയാസ്. ഷിയാസ് ആയാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. ഞാൻ എന്നെ എന്തായാലും മജീനെ വിളിക്കും. എനിക്ക് മജീനെ പോലെ തന്നെ ഉണ്ട്. ഇനി മുതൽ മജിയാണ്, എനിക്ക് മജിയാണ്. മറ്റുള്ളവർക്ക് എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്നാ പിന്നെ ഇജ്ജ് ഏതായാലും ഒരു കാര്യം ചെയ്യും, ഇജ്ജ് മെല്ലെ റൂമിലേക്ക് പോയിക്കോ. എനിക്ക് ഒരാളെ കാണേണ്ട ആവശ്യം അല്ല, എനിക്ക് ഒരാളെ കാണേണ്ട ആവശ്യം. അപ്പൊ ഞാൻ ഏതായാലും അങ്ങോട്ട് പോവുകയാണ്. ഇജ്ജ് എന്താ ഈ റൂമിലേക്ക് മെല്ലെ നടന്നു. റൂം അറിയില്ലേ? ഇത് മതി. ഒരാളുള്ള ഹോസ്പിറ്റലില് എന്തായിക്ക് എന്തായാലും നോക്കിയിട്ട് വിളിക്കന്നെ. പൈസ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് അയക്കാം. ഇവിടുന്ന് ഫ്രണ്ട് ഉണ്ട്. ഇല്ല പേടിക്കണമെന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കി വിളിക്കാം, എന്തായാലും വിളിക്കും. ഞാനിപ്പോൾ ഞാൻ ഡ്യൂട്ടി പോകുന്ന സമയം അയക്കാം. ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആണ് വീട്ടിൽ പോകാൻ, ആരും കണ്ടിട്ടില്ല എന്നെ. ഹലോ, എന്താ ഷിയാസ് എത്തിയില്ല? ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. എന്താ ഷിയാസ് ഇതുവരെ പോയില്ല?
എപ്പോഴും എന്നെ കൊണ്ട് തന്നെയാണല്ലോ പരാതി. ഇതുവരെ അങ്ങോട്ട് എത്തില്ല. ഇജ്ജ് അങ്ങോട്ട് പോയിട്ട് വേണ്ട ബാക്കിയുള്ളവർക്ക് ഇങ്ങോട്ട് എത്താൻ. അതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടൊക്കെ ചെയ്യണ്ടേ. പോന്നോ. എന്താ ഷിയാസ് എല്ലാ ദിവസവും ഇങ്ങനെ ലേറ്റ് ആയി വരുന്നത്? കണ്ട് ഫ്രാൻസ് ഇങ്ങനെ ഉറങ്ങി പോക്ക് ഞാൻ ഒരു വട്ടം പല വട്ടം ഞാൻ പറഞ്ഞില്ലേ, അത് ഇവരെല്ലാം ഒരുപോലെ വരുന്നല്ലേ. നോക്കട്ടെ, ഇനിയിപ്പോ ഞാൻ പറയലുണ്ടാവില്ല കാര്യം. ഷിയാസേ, നാട്ടിലുള്ള പൈസ അയച്ചേക്കില്ല, നീ വിളിച്ചു ചോദിച്ചു കിട്ടിയേക്കൊന്നല്ലോ. എന്താ മജിയെ, എന്തല്ല പ്രശ്നം? ഒന്നുമില്ലടാ. നീ അങ്ങനെ പറയല്ലടാ. അന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ. എനിക്ക് എൻ്റെ മുഖം പാടിയ മനസ്സിലാവൂടാ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ടടാ. നമുക്കൊന്ന് താഴെ പോയിരുന്നാലോ? നീ എന്തായാലും വിട്ടാളിയാ, ഞാൻ കൊണ്ടുവരാം.
ചങ്ങായി എന്നോടൊപ്പം പറയുമ്പോൾ ഇത് പറയാനെന്ന് പറഞ്ഞിട്ട് വന്നാണല്ലോ. എന്നിട്ട് ഇജ്ജിപ്പടെ ഇരുന്നുകൊണ്ട് ഈ സിഗരറ്റ് കഴിക്കാൻ നിൽക്കാൻ ഇത് കളി കഴിക്കുന്നു. ഈ കാര്യം പറയും. ഞാനിതൊക്കെ മതിയാക്കി പോവാടാ നാട്ടിലേക്ക്. എന്താ എൻ്റെ മച്ചിയെ ഇജ്ജ് എന്ത് വർത്താനായി പറഞ്ഞത്? ഇതെന്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? പെട്ടെന്നല്ലടാ, ഇവിടെ വന്നന്ന് തീരുമാനിച്ചതാ ഞാൻ. ഇവിടെ മടുത്തടാ, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്. ശരിക്കും നമ്മൾ എന്തിനാടാ ജീവിക്കുന്നത്? നമ്മളെ വീട്ടുകാർക്കും നമ്മളെ കുടുംബക്കാർക്കും വേണ്ടിയല്ലേ? ഇവിടെ എനിക്ക് അങ്ങ് ശരിയാകുന്നില്ലടാ. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മതിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. എല്ലാ ചെങ്ങായി ഇജ്ജിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നാട്ടിൽ പോകണം എന്നുള്ള ചിന്ത ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? എന്നാൽ പിന്നെ എനിക്ക് വന്ന ടൈമിൽ തന്നെ വേണ്ടെന്ന് വെച്ച് പോയിക്കൂടെയായിരുന്നു. അതെന്തിനീ ചെയ്യായിരുന്നു? അപ്പോൾ അതെനിക്കൊരു കാര്യം അറിയാമോ? എൻ്റെ കുടുംബത്തിൽ ആകെ വിളിക്കുന്ന ഒരാളാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാനിപ്പോൾ ഒരുപാട് ദിവസങ്ങളായി. സുഹൃത്തുക്കളെയോ ആരെയോ വിളിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. വിളിച്ചാലോ അവർക്കൊന്നും എൻ്റെ ഫോൺ എടുക്കാൻ തന്നെ സമയമില്ല. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്ന് എനിക്കൊന്നും അറിയും. എനിക്കൊരു കാര്യങ്ങളൊന്നും എൻ്റെ മുന്നോട്ട് പോകുന്നില്ല. എൻ്റെ ജീവിതം എന്തൊക്കെയോ ആയി പോകുന്നതൊരു തോന്നില്ല എനിക്ക്. മതി, ഇതിപ്പം എൻ്റെ പാത്രമൊന്നും പ്രശ്നമില്ല. നമ്മളെല്ലാ പ്രവാസികളും പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊന്നും എൻ്റെ വീട്ടിലേക്ക് തന്നെ വിളിക്കില്ല. കാരണം എന്തിനാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്? വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അത്ര നല്ല സമാധാനം. സത്യം പറഞ്ഞു നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നോട് പറയുന്നതെന്ന് അറിയില്ല. നീ എന്തായാലും വേണ്ടില്ല, നിൻ്റെ ഒരു ബുദ്ധിക്കനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതെ, ഞാൻ എന്തായാലും നാട്ടിൽ പോകാൻ തീരുമാനിച്ചതാണ്. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. സത്യം, ഓരോ ദിവസവും ഞാൻ കടയിലേക്ക് പോകുന്നത് എൻ്റെ വീട്ടുകാർ ആലോചിച്ചിട്ട്, എൻ്റെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ പോകുന്നത്. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും നാട്ടിലെത്തി ഒന്നുമില്ല എൻ്റെ ഉപ്പാനൊമ്മാനെന്ന് കാണുന്നു എനിക്ക്. സാരല്ല, അതിപ്പോൾ നിൻ്റെ മാത്രമൊന്നുമല്ല, നമ്മളെല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ. അതിലൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ സഹിച്ചു വരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ മരുഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നമ്മളെല്ലാ പ്രവാസികളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ ഇതിനെ കുറിച്ചിട്ടൊന്നും ഇനി കൂടുതലായിട്ട് ചിന്തിക്കണ്ട. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അന്തം കിട്ടൂല. അതാണ് നമ്മുടെയൊക്കെ ജീവിതം. എന്തായാലും വേണ്ടില്ല, നീ എന്തായാലും കുറച്ചു നേരം ഇവിടെ നിൽക്ക്. ഞാൻ ഏതായാലും എല്ലാം പോകട്ടെ. ശരി, നാളെ ഇപ്പോൾ ഡ്യൂട്ടിൻ്റെ സമയം. അപ്പം ഞാൻ ഏതായാലും പോട്ടെ. കാരണം ശരി. മുപ്പാദിനെ കണ്ടിട്ടില്ല. മുപ്പാതൊക്കെ ഡ്യൂട്ടിക്ക് കയറാം. മുപ്പാദത്ത് വന്ന് ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ അത്യാവശ്യം ഇത് പോയി കാര്യം പറയണം. എന്തായാലും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്ന കാര്യം. മുപ്പര് അറിഞ്ഞിട്ടില്ലല്ലേ? മുപ്പരോട് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. നീ ഒന്ന് പറഞ്ഞോളാം, മോശമായി പോകണ്ട. ഓക്കെ, ഞാൻ വിളിച്ചോളാം പറയാം. പിന്നെ പോയിട്ട് വിളി. പിന്നെ ലഗേജ് ഒക്കെ തന്നെ ഉള്ളൂ. ആണ്ടോടെ തന്നെ മതി. എങ്ങനെയെങ്കിലും നാട്ടിലെത്താൻ തന്നെയാണ്. വിശാഖ നാട്ടിൽ ചെന്നിട്ട് വിളി. ഓക്കെ, പിന്നെ ശരിയാണ്. ഓക്കെ.